നമസ്കാരം. പ്രധാന വാർത്തകൾ. നിമിഷപ്രിയയുടെ മോചനം. കാന്തപുരത്തെ കണ്ട് ഗോവിന്ദൻ. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ കണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ടാണ് സന്ദർശനം. 15 മിനിറ്റോളം ഇരുവരും സംസാരിച്ചു. മതപണ്ഡിതനെന്ന നിലയിൽ നടത്തിയ ഇടപെടലുകളാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കുന്നതിന് വഴിവെച്ചതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഗോവിന്ദൻ വ്യക്തമാക്കി. കാന്തപുരം നടത്തിയത് മനുഷ്യത്വപരമായ ഇടപെടലാണെന്നും മോചനത്തിനു വേണ്ടിയുള്ള ചർച്ചകൾ തുടരുമെന്നും MV ഗോവിന്ദൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. VC മോഹൻ കുന്നുമ്മലിന്റെ പുതിയ ഉത്തരവ് നടപ്പായില്ല. രജിസ്ട്രാർ അനിൽകുമാർ ഇന്ന് സർവകലാശാലയിലെത്തിയത് ഔദ്യോഗിക വാഹനത്തിൽ. കേരള സർവകലാശാല രജിസ്ട്രാർ അനിൽകുമാറിന് അനുവദിച്ച ഔദ്യോഗിക വാഹനം പിടിച്ചെടുക്കാനുള്ള VCയുടെ ഉത്തരവ് നടപ്പായില്ല. രജിസ്ട്രാർ അനിൽകുമാർ ഇന്ന് തനിക്ക് സർവകലാശാല അനുവദിച്ച ഔദ്യോഗിക വാഹനത്തിൽ ജോലിക്കെത്തി. സെക്യൂരിറ്റി ഓഫീസറോട് കാർ ഗ്യാരേജിൽ സൂക്ഷിക്കാനും വാഹനത്തിന്റെ താക്കോൽ മിനി കാപ്പന് നൽകാനുമായിരുന്നു ഉത്തരവ്. എന്നാൽ തനിക്ക് സ്വന്തം വാഹനമില്ലെന്ന് പറഞ്ഞ രജിസ്ട്രാർ സർവകലാശാല നൽകുന്ന വാഹനത്തിലെ ജോലിക്കെത്താനാവൂ എന്ന് വ്യക്തമാക്കി. കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മരണത്തിൽ ദുരൂഹത. പുഴയിൽ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മാനന്തവാടി കമ്മന പയ്യപ്പള്ളി പൗലോസ് ബിന്ദു ദമ്പതികളുടെ മകൻ അതുൽ പോളാണ് മരിച്ചത്. 19 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കമ്മന ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടക്കും. ഇന്നലെ രാത്രിയാണ് അതുൽ പോളിനെ പുഴയിൽ കാണാതായെന്ന സംശയത്തെ തുടർന്ന് തിരച്ചിൽ ആരംഭിച്ചത്. ഇന്നലെ തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായിരുന്നില്ല. രാവിലെ നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയത്. പോലീസ് വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിലടക്കം വിശദമായ അന്വേഷിക്കുമെന്നും ദുരൂഹത അന്വേഷിക്കുമെന്നും പോലീസ് അറിയിച്ചു. പണം നഷ്ടമായി. മാനസിക പീഡനവും. ഡിജിറ്റൽ അറസ്റ്റിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്തു. കുമാർ എന്ന യുവാവാണ് ആത്മഹത്യ ചെയ്തത്. ബംഗളൂരു ഇലക്ട്രിക് സപ്ലൈ കമ്പനി ലിമിറ്റഡിലെ ജീവനക്കാരനായിരുന്നു. CBI ഉദ്യോഗസ്ഥനാണെന്ന വ്യാജേന ഡിജിറ്റൽ അറസ്റ്റ് നടത്തിയാൽ 11 ലക്ഷം രൂപ തട്ടിയെന്നും മാനസികമായി പീഡിപ്പിച്ചുവെന്നുമാണ് ആത്മഹത്യക്കുറിപ്പിൽ കുമാർ എഴുതിയിരിക്കുന്നത്. മരത്തിൽ തൂങ്ങിയാണ് കുമാർ ആത്മഹത്യ ചെയ്തത്. പൂരം കലക്കൽ. അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് ആഭ്യന്തര സെക്രട്ടറി. തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് DGP സമർപ്പിച്ച റിപ്പോർട്ട് ശരിവെച്ച് ആഭ്യന്തര സെക്രട്ടറി. ADGP MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നും ആഭ്യന്തര സെക്രട്ടറി ആവശ്യപ്പെട്ടു. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറി. പൂരം അലങ്കോലപ്പെട്ടിട്ടും MR അജിത് കുമാർ ഇടപെടാത്തത് കർത്തവ്യലംഘനമാണെന്നാണ് DGP റിപ്പോർട്ട് നൽകിയത്. തൃശ്ശൂരിൽ ഔദ്യോഗിക ആവശ്യത്തിനെത്തിയിട്ടും വിഷയത്തിൽ ശ്രദ്ധ കൊടുത്തില്ലെന്ന് DGPയുടെ റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ടായിരുന്നു. മേൽനോട്ടക്കുറവ് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്.